പെപ്പെ ബീബിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാർബിക്യൂ ചെയ്യുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ചാർക്കോൾ കത്തിക്കുക. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അതിന് ഞാനൊരു ഈസി മെത്തേഡാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ലൈറ്റർ ക്യൂബ്സ് ആണ്. ഈ ക്യൂബ്സ് യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിന് നമ്മുടെ ചാർക്കോൾ കത്തിക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ്. ലൈറ്റർ ക്യൂബ്സ് വെച്ചിട്ട് ഞാൻ രണ്ട് രീതിയിലാണ് ചാർക്കോൾ കത്തിക്കാൻ പോകണം. അപ്പൊ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് കാണിക്കാം. അതിൽ ഒരു മെത്തേഡ് നമുക്ക് നമ്മുടെ ചിമ്മിണി വേണം. അപ്പൊ ചിമ്മിണി ഇല്ലാത്തവർക്ക് അതില്ലാതെ നമുക്ക് കത്തിക്കുന്ന രീതിയും കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ചിമ്മിണിയിൽ ആദ്യം ചെയ്യാൻ പോണത് ന്യൂസ് പേപ്പർ ആണ് കേട്ടോ. നമ്മുടെ പഴയ ന്യൂസ് പേപ്പർ എടുക്കാം അല്ലെ? അതെ അതെ. എന്നിട്ട് ഇതിന്റെ ബാക്ക് നമ്മ ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തു. ഇതേപോലെ കവർ ചെയ്ത് ഒരു 3-4 ന്യൂസ് പേപ്പറിന്റെ ഷീറ്റ് വേണ്ടി വരും. എന്നിട്ട് ഇതൊന്ന് ഫുൾ ആയിട്ട് തിക്ക് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ പേപ്പർ വെച്ചിട്ട് ഇതിന്റെ ബേസ് നല്ലോണം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബാസ്കറ്റിലും ചാർക്കോൾ ഇടാം. എന്നിട്ട് എങ്ങനെ കത്തിക്കണെന്ന് കാണിച്ചത്. ചിമ്മിണി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാർക്കോൾ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ലൈറ്റർ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് ഇതിലിട്ട് കൊടുക്കാം. ഇത് 12 പീസിന്റെ ഒരു പാക്കാണ്. അപ്പൊ നമുക്കൊരു 4 പീസ് ഇട്ടാ മതി കത്തിക്കാൻ വേണ്ടി. ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് 2 സൈഡിലും വെച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോ 4 പീസാണ് എടുത്തേക്കണം. ജസ്റ്റ് തീപ്പെട്ടി ഒഴിച്ച് നമ്മത് കത്തിക്കണേ കേട്ടോ. ഇനി നമുക്ക് അടുത്തതും കത്തിക്കാം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ ലൈറ്റർ ക്യൂബ്സ് 2 സൈഡിൽ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും കത്തിക്കഴിയുമ്പോൾ നമ്മുടെ ചാർക്കോളിൽ കുറച്ചും കൂടെ ആ എള്ള ചാർക്കോൾ അതിന്റെ മേലേക്ക് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പുറത്തോട്ട് ഇനി ഇത് ഫുള്ളും നമ്മുടെ ഈ ചാർക്കോൾ എല്ലാം കത്തി നല്ല കനലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ റെഡ് ടീഷർട്ടിക്കും ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ ചാർക്കോള് കത്തിക്കോളും. അതെ, ഒരു 10 മിനിറ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് കത്തി കഴിയുമ്പോൾ ഞാൻ കറക്റ്റ് ടൈം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ കനലൊക്കെ നല്ല റെഡ് ആയിട്ട് നല്ല റെഡ് ഹോട്ടിഷ് നല്ല റെഡ് ഹോട്ടിഷ് ആയിട്ട് തന്നെയാണ് ചാർക്കോള് കത്തിക്കണം. എന്റെ കൈ അടുത്ത് നിൽക്കാനുള്ള അത്രയും ചൂടായിട്ട് അടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മേലെ മീറ്റ് മാത്രം വെച്ചു കൊടുത്ത് മതി, പെട്ടെന്ന് ചുട്ട് കിട്ടും. അപ്പൊ ഇത് ഈ എളുപ്പ വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ പെപ്പയുടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ബാർബിക്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഐറ്റംസും, അതായത് നമുക്ക് കത്തിക്കുന്നതും അതിന്റെ മസാല വരെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കമന്റും നിങ്ങളുടെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നല്ല വെറൈറ്റി ആയിട്ട് കാണാവുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.